വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഉസ്താദ് പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കൂ. കോയമ്പ് ചോദിക്ക്. അത് കാരണം മാറിക്കേ. എങ്ങനെ കാരണം അപ്പൊ കറാത്തല്ലേ? എന്നാ അപ്പൊ അച്ഛനൊക്കെയാണ് ആദ്യം മാറിക്കണ്ട. അവിടെ അറിവ് ഏറിയിട്ടുള്ള കാടാണല്ലോ. അത് അവിടെ എവിടെയാണ് ഇപ്പൊ അങ്ങനെ ഇത് കൂടിക്കണ ഉപയോഗത്ത്? ഒക്കെ വെറുതെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാ. അങ്ങോട്ട് നോക്കി. ഇന്ന് ഞാൻ സുബേഷ് കേസ് വന്നപ്പോൾ ഒരാളിനോട് പറയാം, നമ്മളോട് കുറി കമ്മി ഉണ്ടോ വെച്ചിട്ടുണ്ടോ? കമ്മി ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. 55 ഒന്നൊക്കെ ഉണ്ടായില്ലേ നമ്മളെ മാലിൽ. ഞാൻ അറിഞ്ഞിട്ടില്ല, കുറെ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ഞാൻ പറഞ്ഞു 40 കന്ന് ആയിക്കണം, ഇനി കുറെ ആളൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ മിഞ്ഞാന്ന് ഞാൻ കേട്ടെ. അപ്പൊ അയാളുടെ ഒരാൾക്കൊരു ഭയങ്കര കന്നിന് വില ഉണ്ട്, 400 റുപ്യ കുറച്ചൊന്നും കിട്ടൂലായിരുന്നു. ഒരു കിലോന് 400 മേലെ വേണ്ടി വരും, അത്രയും വില ഉണ്ടെന്നൊക്കെ അയാൾ കന്നിട്ട് ബന്ധപ്പെട്ടവളാണ്, നല്ല പൈസക്കാരനാണ്, നല്ലൊരാളാ. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അപ്പൊ നാട്ടിലൊക്കെ ക്ഷീണമല്ലേ, അപ്പൊ അതിപ്പോ എത്ര അല്ലേ പറയാൻ നാട്ടിൽ ക്ഷീണാണ് എന്നിട്ട് എല്ലാത്തിനും കായൊക്കെ ഉണ്ടല്ലോ. അതായത് തീരുമാനിക്കുന്നതനുസരിച്ചാണ് എന്നാണ് അയാൾ. അറക്കണം തീരുമാനിച്ചാൽ നടക്കുമെന്ന്. നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനൊക്കെ കായുണ്ടല്ലോ. അവിടെ നിന്ന് ഇപ്പോൾ ഒരു കമ്മി ആരും വരുത്തണമല്ലോ, ഉഷാറാക്കിയൊക്കെയല്ലേ. ഇത് സാമ്പത്തിക ക്ഷീണമുണ്ടെന്ന് പറയും തോറും മറ്റു കാര്യങ്ങളൊക്കെ ഒരു കാര്യത്തിനൊരു മോശം എവിടെയും കാണില്ല. എല്ലാ ആഡംബരങ്ങളും കൂടണമല്ലാതെ കുറയുന്നുണ്ടോ? തേജസാവുണ്ടോ? അപ്പൊ അയാൾ ആചാര്യ പറഞ്ഞ അങ്ങനെയാണ്, അത് വെറുതെ പറയാണ്, തീരുമാനിക്കുന്നതിനനുസരിച്ചാണ്. സത്യം പറഞ്ഞ ഉസ്താദ് പറഞ്ഞതിൽ വലിയൊരു പോയിന്റാണത്. നമ്മുടെയൊക്കെ നാടുകൾ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരുന്നത് മതപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ മദ്രസ, പള്ളി, മഹല്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരെ സഹായിക്കുന്ന കാര്യത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ മദ്രസയോ പള്ളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും മറ്റൊക്കെ വല്ല ആവശ്യവുമായി സമീപിച്ചാൽ ഒരു വിഭാഗം ആളുകൾ എന്ത് കാര്യം പറഞ്ഞാലും അവരുടേതായ കാര്യങ്ങൾ വളരെ ഭംഗിയായി ഉസ്താദ് പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് തന്നെ ദൂർത്തായ നിലക്ക് ചിലവഴിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഒരു 10 രൂപ ഒരു 20 രൂപ മദ്രസയിലേക്കോ പള്ളിയിലേക്കോ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു ചെല്ലുമ്പോൾ അതെന്തിനാണ്, എന്നും പിരിവാണ്, അതാണെന്ന് പറയുന്ന ഒരു സമീപനം. അതുകൊണ്ട് നമുക്കറിയാം, എല്ലാ മേഖലയിലും കാലത്തിനനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ കൂടുന്നതനുസരിച്ച് തൊഴിൽ വേതനം വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ അത്രയൊന്നും കുറെ കാലങ്ങളായിട്ടും വർദ്ധിപ്പിക്കപ്പെടാത്തൊരു മേഖലയാണ് ഉസ്താദുമാരുടെ മുഅല്ലിമീങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത്. അത് പലപ്പോഴും വർഷങ്ങൾ ആ പഴയ ശമ്പളം എന്താണോ അതങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയാണ്. ചില മഹലുകളിലൊക്കെ വലിയൊരു കാര്യമായിട്ട് പറയും, ഈ പ്രാവശ്യം നമുക്ക് ശമ്പളം കൂട്ടാം, എന്നാൽ കൂട്ടിലെത്ര 10, 20, 50 കൂട്ടും. അത് വലിയ കൂട്ടിലായിട്ട് അവർ കാണാണ്. അവിടെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും കമ്മിറ്റിയിലെ പല കാര്യം എന്തിനാ ഇപ്പൊ അത്ര കൂട്ടുന്നത്, അങ്ങനെയുള്ള ചോദ്യം ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ കമ്മിറ്റിക്ക് ഭാരവാഹികൾ പോലും പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട്, അവിടെ പ്രശ്നം അങ്ങനെ. എന്നാൽ ഇത്തരം ആളുകളുടെ വീടുകളിൽ അവരുടെ കുടുംബപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ, ഫംഗ്ഷനുകളോ മറ്റോ പരിപാടികളോ നടക്കുമ്പോൾ എത്ര ദൂർത്താണ് നടക്കുന്നത്, എത്ര സമ്പത്താണ് അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്നത്. അത്തരം കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമോ പ്രയാസമോ അവർക്കില്ല. നേരെ മറിച്ച് ഇങ്ങനെയുള്ള നന്മപരമായ കാര്യങ്ങളിലേക്ക് വല്ലതൊരു 10, 20, 50 കൊടുക്കാൻ പറയുമ്പോൾ വല്ലാത്ത പ്രയാസമാണ് പല ആളുകൾക്കും. എന്നാൽ പലപ്പോഴും മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു പ്രയാസമില്ലാതെ, അതുപോലെ പാവപ്പെട്ടവരൊക്കെ നമ്മൾ പള്ളി മദ്രസുമായി ബന്ധപ്പെട്ടൊക്കെ വല്ല സഹായങ്ങൾ പറഞ്ഞാൽ അവരായിരിക്കും കൂടുതൽ സജീവമാകുക ഇത്തരം കാര്യങ്ങൾ സഹായിക്കാനും മറ്റൊക്കെ. എന്നാൽ സമ്പത്തുള്ളവരെ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, ഇത്തരം വിഷയങ്ങളിലൊക്കെ നന്നായി സഹായിക്കുന്ന ഒരുപാട് നല്ല ദീനീ സ്നേഹികളായ ഉമറാക്കള്, സമ്പന്നരായ ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യും. ഏതായാലും പറഞ്ഞു തന്നത് ഇതാണ്, നമുക്കിടയിലുള്ള ഒരു ചിന്താഗതിയാണ്. ഇത്തരം നല്ല കാര്യങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് പല ന്യായങ്ങളും പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറാൻ നമ്മൾ വഴികൾ കണ്ടെത്തും. നേരെ മറിച്ച് ഇപ്പുറത്ത് അനാവശ്യമായി സമ്പത്ത് പല നിലക്ക് ചെലവഴിക്കുന്ന ഒരു സ്വഭാവം, ഇത് നമ്മൾ നിയന്ത്രിക്കേണ്ടതും തിരുത്തേണ്ടതുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.